Theorem 24.5c. Let H be a Hilbert space. For y element of H, define Jy from H dash to K by Jy of F is equal to F of y for F element of H dash. Then the map Jy is a continuous linear functional on H dash, and the map capital J from S to S double dash defined by J of y is equal to small j suffix y for y element of H is a surjective linear isometry. That is, the space H is reflexive. Theorem 24.5 പാർട്ട് എ പാർട്ട് ബി എന്നിവയിൽ കൂടി നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു ഹിൽബർട്ട് സ്പേസിന്റെ ഡ്യുവൽ സ്പേസും ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും എന്നുള്ളതാണ്. എച്ച് എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ അതിന്റെ ഡ്യുവൽ സ്പേസ് ആയ എച്ച് ഡാഷും ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ പാർട്ട് സി, ഇതേ തിയറത്തിന്റെ പാർട്ട് സി ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ട് സി പറയുന്നത് ഏതൊരു ഹിൽബർട്ട് സ്പേസും റിഫ്ലെക്സീവ് ആണ് എന്നുള്ളതാണ്. എച്ച് എന്ന് പറയുന്ന ഒരു ഹിൽബർട്ട് സ്പേസ് എടുത്താൽ അത് റിഫ്ലെക്സീവ് ആണെന്നുള്ളതാണ്. എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ അർത്ഥം? ഒരു സ്പേസ് അതിന്റെ സെക്കൻഡ് ഡ്യുവൽ, എച്ചിന്റെ സെക്കൻഡ് ഡ്യുവൽ എച്ച് ഡബിൾ ഡാഷ്, എച്ച് ഡാഷ് ഹിൽബർട്ട് സ്പേസ് ആണ്. ഏതൊരു ഹിൽബർട്ട് സ്പേസിന്റെയും ഡ്യുവൽ സ്പേസ് ഹിൽബർട്ട് സ്പേസ് ആണ്. ഇപ്പൊ എച്ച് ഡാഷിന്റെ ഹിൽബർട്ട് സ്പേസ് ആണ്. എച്ച് ഡാഷ് ഹിൽബർട്ട് സ്പേസ് ആയതുകൊണ്ട് എച്ച് ഡബിൾ ഡാഷും ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. ഈ എച്ചും എച്ച് ഡബിൾ ഡാഷും ഐസോമെട്രിക് ആകുമ്പോൾ, എച്ചിൽ നിന്ന് എച്ച് ഡബിൾ ഡാഷിലേക്ക് ഒരു സർജക്റ്റീവ് ലീനിയർ ഐസോമെട്രി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് സ്പേസും ഐസോമെട്രിക് ആണെന്ന് പറയും. അങ്ങനെ ഒരു ഹിൽബർട്ട് സ്പേസ് അതിന്റെ ഡബിൾ ഡ്യുവലിനോട് ഐസോമെട്രിക് ആയിരിക്കും. അങ്ങനെ ഒരു സ്പേസ് അതിന്റെ സെക്കൻഡ് ഡ്യുവലിനോട് ഐസോമെട്രിക് ആകുമ്പോഴാണ് നമ്മൾ ആ സ്പേസിനെ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എവരി ഹിൽബർട്ട് സ്പേസ് ഈസ് റിഫ്ലെക്സീവ് എന്നുള്ളതാണ് നമ്മൾ പാർട്ട് സിയിൽ പ്രൂവ് ചെയ്യുന്നത്. പാർട്ട് എ ആൻഡ് ബിയിൽ കൂടി പ്രൂവ് ചെയ്തത് ദ ഡ്യുവൽ സ്പേസ് ഓഫ് എ ഹിൽബർട്ട് സ്പേസ് ഈസ് അഗെയിൻ എ ഹിൽബർട്ട് സ്പേസ് എന്നുള്ളതാണ്. പാർട്ട് സി, എവരി ഹിൽബർട്ട് സ്പേസ് ഈസ് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. Proof. For y element of H, define small j suffix y from S dash to K by J suffix y of H dash domain. ഇപ്പോൾ H dash എന്ന് പറഞ്ഞാൽ എച്ചിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനുകളുടെ കളക്ഷനാണ് H dash. അതിലെ എലമെന്റ്സിനെ നമ്മൾ എഫ് ജി എച്ച് എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിനൊരു എഫ് എടുക്കുന്നു. ജെ വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു, അതിന്റെ ഇമേജ് കെയിലേക്കാണ് പോകേണ്ടത്. ആ ഇമേജായി നമ്മൾ എടുക്കുന്നത്, എഫിന്റെ ഇമേജ് ആയിട്ട് എടുക്കുന്നത് എഫ് ഓഫ് വൈ എ ആണ്. എഫ് എന്ന് പറയുന്നത് എച്ചിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണലാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് കെയിലെ എലമെന്റ് ആണ്. അപ്പോൾ വൈ എലമെന്റ് ഓഫ് എച്ച് ഫിക്സ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിക്സഡ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുകയാണ്. ജെ വൈ എന്നതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഡെഫിനിഷൻ ജെ വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ്. ഫോർ ഡൊമൈൻ എച്ച് ഡാഷ് ആണ്, അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് എഫ് ആണ്. എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെ പറയണമല്ലോ. ജെ വൈ ഓഫ് എഫ് എന്നാണ്. സോ ദിസ് എഫ് ഈസ് ഫ്രം എച്ച് ഡാഷ് ഫോർ എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്. ഈ തിയറത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് ഈ ജെ വൈ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണൽ ആയിരിക്കും
ഓൺ എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ആ എച്ച് ഡാഷിൽ ഉള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ജെ വൈ എലമെന്റ് ഓഫ് എച്ച് ഡബിൾ ഡാഷ്. എച്ച് ഡാഷിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനുകളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവൽ സ്പേസിലെ എലമെന്റ് ആണ്. എച്ച് ഡാഷിന്റെ ഡിവൽ സ്പേസിലേക്ക് പോകും ജെ വൈ. ജെ വൈ ബിലോങ്സ് ടു എച്ച് ഡബിൾ ഡാഷ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം ഈ ജെ വൈ ഒരു ലീനിയർ മാപ്പ് എന്നുള്ളത് കാണിക്കണം. To prove that Jy is linear. linear ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എച്ച് ഡാഷിൽ നിന്ന് ഡൊമൈനിൽ നിന്ന് രണ്ട് വെക്ടേഴ്സ് എടുക്കുക, രണ്ട് ഫങ്ഷണൽസ് എടുക്കുക. ലെറ്റ് എഫ് കോമ ജി എലമെന്റ് ഓഫ് എച്ച് ഡാഷ് ആൻഡ് ഒരു സ്കെയിലാർ എടുക്കുന്നു കെ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ കെ. ദെൻ ജെ വൈ ഓഫ് എഫ് പ്ലസ് ജി. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെങ്കിൽ രണ്ട് സ്കെയിലാർസ് എടുക്കുക, കെ വൺ കെ ടു. എന്നിട്ട് ജെ വൈ ഓഫ് കെ വൺ എഫ് പ്ലസ് കെ ടു ജി എന്ന് ഡയറക്റ്റ് ചെയ്യാം. ജെ വൈ ഓഫ് എഫ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ അനുസരിച്ചത് എഫ് പ്ലസ് ജി ഓഫ് വൈ എന്നാണ്. ഡെഫിനിഷൻ ജെ വൈ ഓഫ് എഫ് കിട്ടാൻ എഫ് ഓഫ് വൈ കാണുക എന്നാണ്. സോ ജെ വൈ ഓഫ് എഫ് പ്ലസ് ജി കിട്ടാൻ എഫ് പ്ലസ് ജി ഓഫ് വൈ കാണുക. ദറ്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ സമ്മിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ. അഗെയിൻ ഇനി തിരിച്ച് ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ജെ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് വൈയെ നമുക്ക് ജെ വൈ ഓഫ് എഫ് എന്ന് എഴുതാം, പ്ലസ് ജി ഓഫ് വൈ എന്നുള്ളതിനെ ജെ വൈ ഓഫ് ജി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ജെ വൈ ഓഫ് എഫ് പ്ലസ് ജി ഇസ് ഈക്വൽ ടു ജെ വൈ ഓഫ് എഫ് പ്ലസ് ജെ വൈ ഓഫ് ജി എന്ന് കിട്ടി. ലിനിയാരിറ്റിക്ക് വേണ്ടുന്ന ഒരു സ്റ്റെപ്പ് കിട്ടി. അടുത്തത് ആൻഡ് ജെ വൈ ഓഫ് കെ എഫ് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം കെ എഫ് ഓഫ് വൈ ഈക്വൽസ് ഫംഗ്ഷന്റെ സ്കെലാർ മൾട്ടിപ്പിളിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതിനെ കെ ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. ഈക്വൽസ് കെ ഇൻറ്റു അഗെയിൻ ജെ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജെ വൈ ഓഫ് എഫ് എന്ന് എഴുതാം. സോ ജെ വൈ ഓഫ് കെ എഫ് ഇസ് ഈക്വൽ ടു പുറത്തേക്ക് വന്നു കെ ഇൻറ്റു ജെ വൈ ഓഫ് എഫ്. ലിനിയാരിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദസ് ജെ വൈ ഈസ് ലീനിയർ. ഇത് കണ്ടിന്യൂസും കൂടി ആയാൽ മാത്രമേ നമുക്ക് എച്ച് ഡാഷിന്റെ ഡ്യുവൽ സ്പേസിലെ എച്ച് ഡബിൾ ഡാഷിലെ മെമ്പർ ആണ് ജെ വൈ എന്ന് പറയാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് to prove that Jy is continuous അല്ലെങ്കിൽ Jy is bounded. അതിൽ നമുക്ക് Jy എന്ന് പറയുന്ന ഒരു ലിനിയർ ഫങ്ഷണലാണ്, കെയിലേക്കുള്ള മാപ്പാണ്, ഫങ്ഷണലാണ്, ലിനിയർ ഫങ്ഷണലാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണമെങ്കിൽ മോഡുലസ് ഓഫ് Jy of f less than or equal to some alpha into norm of f എന്ന് കാണിക്കും. ഡെഫിനിഷൻ ബൗണ്ടഡ്നെസിന്റെ ബൗണ്ടഡ് ലിനിയർ മാപ്പിന്റെ ഡെഫിനിഷൻ norm of f of x less than or equal to some alpha into norm of x for every x element of space capital X ആണെങ്കിൽ for every x element of capital X. ഇങ്ങനെ കിട്ടുമ്പോഴാണല്ലോ ക്യാപിറ്റൽ എഫിനെ നമ്മൾ ബൗണ്ടഡ് ലിനിയർ മാപ്പ് എന്ന് പറയുന്നത്, ബൗണ്ടഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ Jy ബൗണ്ടഡ് ആണെന്ന് കാണിക്കണം, Jy കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അതിന് Jy ഓഫ് എഫ്, ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ എഫ് ആണ്. Jy ഓഫ് എഫ് ഇസ് ലെസ്, അത് ഫംഗ്ഷണൽ ആയതുകൊണ്ട് നോമിന് പകരം മോഡാണ്. മോഡുലസ് ഓഫ് Jy ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്തെങ്കിലും ഒരു ഫിക്സഡ് പോസിറ്റീവ് ക്വാണ്ടിറ്റി വരണം, നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി വരണം, ആൽഫ ഇൻറ്റു ഇവിടെ അകത്തുള്ളത് എഫ് ആണ്. സോ ഇൻറ്റു നോം ഓഫ് എഫ് ആൻഡ് ഫോർ എവരി എഫ് എന്ന് കിട്ടണം. ഫോർ എവരി എഫ് എലമെന്റ് ഓഫ്
എച്ച് ഡാഷ്. ഇവിടെ എച്ച് ഡാഷ് ആണ് ജെ വൈയുടെ ഡൊമൈൻ. അങ്ങനെ പ്രൂവ് ചെയ്യണം. ഫോർ എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് അങ്ങനെ തുടങ്ങാം. ഫോർ എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് മോഡുലസ് ഓഫ് ജെ വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ്, ഡെഫിനിഷൻ അനുസരിച്ച് ജെ വൈ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആണ്. എച്ച് ഡാഷിലെ എലമെന്റ് എഫ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഇൻറ്റു നോം ഓഫ് വൈ. കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണലിന്റെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം വൈ ആണ്. ബിക്കോസ് എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഈസ് എ ബൗണ്ടഡ് ലീനിയർ മാപ്പ്. And this implies modulus jy of f is less than or equal to തിരിച്ചെഴുതുകയാണ് norm y into norm f, and it is true for every f in h dash. ഇവിടെ norm y എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. നമ്മൾ ജെ വൈ ഓഫ് എഫ് കാണുന്നിടത്തെ y എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. y എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് വെക്ടർ. അപ്പൊ നോം y എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോസിറ്റീവ് നമ്പർ ആണ്. ഫിക്സഡ് നോൺ നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടി ജെ വൈ ഓഫ് എഫ് is modulus of jy of f less than or equal to some alpha into norm of f എന്ന് കിട്ടി. And it is true for every f. Therefore f is continuous on h dash. അപ്പോൾ h ഡാഷിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ മാപ്പാണ് f. Thus f is an element of f അല്ല ജെ വൈ. Therefore jy is continuous on h dash. Thus jy is an element of h double dash. ഇപ്പൊ തിയറത്തിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ പ്രൂഫായി. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു റിസൾട്ടും കൂടെ വേണം. സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത ഒരു കാര്യം കൂടെ നമുക്ക് വേണം. അതുകൂടെ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോകും. To prove that ഈ ജെ വൈയുടെ നോം ഓഫ് ജെ വൈ, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ജെ വൈ എന്ന് പറയുന്ന ഫംഗ്ഷണലിന്റെ നോം, അത് വൈയുടെ നോമിന് ഈക്വൽ ആയിരിക്കും. ദിസ് ഈക്വൽ ടു നോം വൈ ആയിരിക്കും. അതുകൂടെ പ്രൂവ് ചെയ്യാം. ഓൾറെഡി നമുക്ക് മുകളിൽ ഒരു ഇനിക്വാളിറ്റി കിട്ടി. മോഡ് ജെ വൈ ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് വൈ ഇൻറ്റു നോം എഫ് ഫോർ എവരി എഫ് എലമെന്റ് ഓഫ് എച്ച്. അതുകൊണ്ട് എടുത്ത് എഴുതാം. We have mod jy of f is less than or equal to norm of y into norm of f for every f element of h dash. നമുക്കറിയാലോ norm of f of x less than or equal to some alpha into norm of x for every x element of capital X ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഉടനെ നമുക്ക് പറയാൻ പറ്റും എഫിന്റെ നോം എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന്. അതായത് ഈ നോം എക്സിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്ത് സുപ്രീമോ എടുത്താൽ കിട്ടുന്നതാണ് നമ്മൾ നോം എഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് നോം എഫ് എക്സുകൾക്കൊരു അപ്പർ ബൗണ്ട് ആകും. അത്തരം അപ്പർ ബൗണ്ടുകളുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ നമ്മൾ സുപ്രീമം എന്ന് പറയുന്നത് നോം എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് അറിയാം. ഇത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ഇങ്ങനെ ഒരു ഇനിക്വാളിറ്റി കണ്ടാൽ ഉടനെ നമുക്ക് പറയാം നോം എഫ് ഈസ് ഇവിടെ വന്നിരിക്കുന്ന മാപ്പിങ്ങിന്റെ ഫംഗ്ഷന്റെ ലിനിയർ മാപ്പിന്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വന്നിരിക്കുന്ന ബൗണ്ട് ആൽഫ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ഇൻ എക്സ്. ഇവിടെ മോഡ് ജെ വൈ ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ ഇൻറ്റു നോം എഫ് ഫോർ എവരി എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് എന്നറിയാം. സോ ദിസ് ഇംപ്ലൈസ് നോം ഓഫ് ജെ വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് വൈ. Let this be inequality 1. ഇനി റിവേഴ്സ് ഇനിക്വാളിറ്റി കൂടി പ്രൂവ് ചെയ്യാം. അതിനായിട്ട് y 0 ആകുന്ന കേസ് ആദ്യം ഒന്ന് പറയാം. ഇഫ് y ഈക്വൽ 0, y 0 ആണെങ്കിൽ നോം y 0 ആവുമല്ലോ. നോം y 0 ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് അതിനേക്കാൾ ചെറുതാണ് നോം ജെ വൈ. പക്ഷെ നോം ജെ വൈ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റുകയുമില്ല. ഇപ്പുറത്ത് ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഉണ്ട്. അപ്പോൾ നോം y 0 ആണെങ്കിൽ നോം ജെ വൈയും 0 ആകും.
then norm jy equals 0 and which is equal to norm y 0 ആണല്ലോ, y 0 എന്ന് പറയുമ്പോൾ norm y 0, ഇവർ രണ്ടുപേരും 0 ആയിരിക്കും. അപ്പൊ ഈ കേസിൽ നമ്മുടെ ലക്ഷ്യം ഇത് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ y 0 ആകുന്ന കേസിൽ ഇത് ട്രിവിയലി ട്രൂ ആ, നോം ജെ വൈയും നോം വൈയും ഈക്വൽ ആയിരിക്കും. ഇനി y നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ കൂടി നമുക്കിത് പ്രൂവ് ചെയ്യണം. എല്ലാ കേസിലും ഇനിക്വാളിറ്റി 1 ട്രൂ ആ, y 0 ആയാലും അല്ലെങ്കിലും ഇനിക്വാളിറ്റി 1 ജനറലി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. ഇനി y നോട്ട് ഈക്വൽ ടു 0 എന്ന അസംഷനിൽ ഇതിന്റെ റിവേഴ്സ് ഇനിക്വാളിറ്റിയും കൂടെ പ്രൂവ് ചെയ്യുമ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആവും. ലെറ്റ് y നോട്ട് ഈക്വൽ ടു 0 മുമ്പ് ഡിഫൈൻ ചെയ്ത പോലെ ഒരു ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ f ഫ്രം h to k by f of x is equal to inner product xy for all x element of h. നേരത്തെ നമ്മൾ പറഞ്ഞതാ, ഇത്തരം ഒരു ഡെഫിനിഷൻ കണ്ട ഉടനെ മനസ്സിലാക്കിക്കോണം ഈ എഫ് ലീനിയറുമാണ് കണ്ടിന്യൂസുമാണ്. ഈ എഫ് എച്ച് ഡാഷിലെ എലമെന്റ് ആയിരിക്കും. എന്താ കാര്യം? ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേരിയബിളിൽ കണ്ടിന്യൂസുമാണ് ലീനിയറുമാണ്. ഞാൻ കഴിഞ്ഞ തിയറത്തിലും പറഞ്ഞതാണ്. ഒരു ഇന്നർ പ്രോഡക്റ്റ് ഫസ്റ്റ് വേരിയബിളിൽ ലീനിയറും കണ്ടിന്യൂസും ആയതുകൊണ്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് എപ്പോഴും കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽസ് ആയിരിക്കും. കൂടാതെ റീസ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് ആ ഫംഗ്ഷണലിന്റെ നോം എന്ന് പറയുന്നത് അതിന്റെ റെപ്രസെന്ററിന്റെ നോമിന് ഈക്വൽ ആയിരിക്കും. റെപ്രസെന്റർ എന്ന് പറയുന്നത് ഈ വൈ ആണ്. ഈ എഫിന്റെ ഒരു റെപ്രസെന്റർ ആയിരിക്കും. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ എഫ് കണ്ടിന്യൂസ് ലീനിയർ മാപ്പാണ്. ആ ഏതൊരു കണ്ടിന്യൂസ് ലീനിയർ മാപ്പിന് ഒരു റെപ്രസെന്റർ ഉണ്ടാവും. ഈ എഫിന്റെ റെപ്രസെന്റർ വൈ ആയിരിക്കും. അവരുടെ നോമുകൾ ഈക്വൽ ആയിരിക്കും. നോം എഫും നോം വൈയും ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഉടനെ മനസ്സിലാക്കിക്കുക. Then f is an element of h dash and modulus of jy of f equals മോഡുലസ് ഓഫ് ഡെഫിനിഷൻ അനുസരിച്ച് ഇത് എഫ് ഓഫ് വൈ ആണല്ലോ. എഫ് ഓഫ് വൈ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത എഫിന്റെ ജെ വൈയുടെ മോഡുലസ് ആ കാണുന്നത്. ഒരു പർട്ടിക്കുലർ എഫ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പർട്ടിക്കുലർ എഫിന്റെ ജെ വൈ ഇമേജിന്റെ മോഡുലസ് ആണ് കാണുന്നത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് വൈ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് വൈ പറയാമല്ലോ. ദറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ. എക്സിന് പകരം വൈ നിട്ട് കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ എന്ന് പറഞ്ഞാൽ നോം വൈ സ്ക്വയർ ആ. അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നോം വൈ സ്ക്വയർ നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. ആൻഡ് ദിസ് ഇംപ്ലൈസ് തിരിച്ചെഴുതുകയാണ്. നോം വൈ സ്ക്വയർ ഈക്വൽസ് മോഡുലസ് ജെ വൈ ഓഫ് എഫ്. ഈ ജെ വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷണലാണ്. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിലാണെന്ന്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാമല്ലോ. നോം ജെ വൈ ഇൻറ്റു നോം എഫ്. നോം എഫ് എന്ന് പറയുന്നത് നോം വൈക്ക് തുല്യമായിരിക്കും. എഫിന്റെ നോം അതിന്റെ റെപ്രസെന്ററിന്റെ നോമിന് തുല്യമായിരിക്കും. എഫിന്റെ റെപ്രസെന്റർ എന്ന് പറയുന്നത് ഇവിടെ വൈ ആണ്. അപ്പൊ നമുക്കിതിനെ ദിസ് ഈസ് ഈക്വൽ ടു നോം ജെ വൈ ഇൻറ്റു നോം വൈ എന്ന് എഴുതാം. അപ്പം നമുക്കിവിടെ വൈ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നോം വൈ നോട്ട് ഈക്വൽ ടു 0. ഇതിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഇനിക്വാളിറ്റി ഇപ്പം കിട്ടിയ ഇനിക്വാളിറ്റി ഒന്നുകൂടെ എടുത്തെഴുതാം. നോം വൈ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജെ വൈ ഇൻറ്റു നോം വൈ എന്നാണ് കിട്ടിയേക്കുന്നത്. ഇരുവശത്ത് നിന്നും നോം വൈ കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ ദിസ് ഇംപ്ലൈസ് നോം വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജെ വൈ. ദിസ് ഈസ് ഇനിക്വാളിറ്റി 2. അപ്പോൾ ഫ്രം 1 and 2, 1ൽ കിട്ടിയത് നോം ജെ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ എന്നാണ്. 2ൽ കിട്ടിയത് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജെ വൈ എന്നാണ്. ഫ്രം 1 and 2 നോം ഓഫ് ജെ വൈ ഈക്വൽസ് നോം വൈ. ഇത് നമുക്ക് അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റിലെ റിഫ്ലെക്സീവ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മാപ്പിങ്ങിലേക്ക്. രണ്ടാമതൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ ക്യാപിറ്റൽ ജെ ഫ്രം എച്ച് ടു എച്ച് ഡബിൾ ഡാഷ്.
എച്ചിൽ നിന്ന് എച്ച് ഡബിൾ ഡാഷിലേക്ക്, എച്ച് ഡബിൾ ഡാഷിലെ ഒരു മെമ്പർ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, സ്മോൾ ജെ സഫിക്സ് വൈ. എച്ചിൽ നിന്ന് ഒരു വൈ എടുത്താൽ, ക്യാപിറ്റൽ എച്ചിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു വൈ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ഡബിൾ ഡാഷിൽ നമുക്ക് ജെ വൈ എന്നൊരു മെമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. വൈയുടെ ഇമേജ് ജെ വൈ ആകത്തക്ക രീതിയിൽ, വൈയുടെ ഇമേജ് ജെ വൈ ആകത്തക്ക രീതിയിൽ ഒരു ക്യാപിറ്റൽ ജെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ക്യാപിറ്റൽ ജെ ഓഫ് വൈ ഇസ് ഈക്വൽ ടു സ്മോൾ ജെ വൈ ഫോർ വൈ എലമെന്റ് ഓഫ് എച്ച്. എച്ചിൽ നിന്ന് എച്ച് ഡബിൾ ഡാഷിലേക്കുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഈ ഫംഗ്ഷൻ ലീനിയർ ആണെന്നും സർജക്റ്റീവ് ആണെന്നും ഐസോമെട്രി ആണെന്നും ഈ മൂന്ന് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എച്ചും എച്ച് ഡബിൾ ഡാഷും ഐസോമെട്രിക് ആകും, അങ്ങനെ എച്ച് റിഫ്ലെക്സീവ് ആകും. അപ്പൊ അതിന്റെ പ്രൂഫിലേക്ക് പോകാം. തിയറത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഡിഫൈൻ capital J from S to S double dash by എച്ചിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത വെക്ടറാണ് y. ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ഡബിൾ ഡാഷിൽ ഒരു ഫംഗ്ഷണൽ നമ്മൾ കണ്ടെത്തി ജെ വൈ. അപ്പം ഇവിടെ ഏത് y ഫിക്സ് ചെയ്താലും ഇപ്പുറത്ത് ജെ വൈ എന്നൊരാളെ കിട്ടും. അപ്പം നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടാക്കാം. ആ ഫംഗ്ഷനെ ക്യാപിറ്റൽ ജെ എന്ന് ഡിനോട്ട് ചെയ്യും. ബൈ ക്യാപിറ്റൽ ജെ ഓഫ് വൈ is equal to small j suffix y for y element of h. എന്നിട്ട് ഇത് ആദ്യം ലീനിയർ ആണെന്ന് കാണിക്കുക. To prove that capital J is linear. അപ്പൊ അതിന് ഡൊമൈനിൽ നിന്ന് എച്ച് നമുക്ക് രണ്ട് വെക്ടേഴ്സ് എടുക്കണം. ഇവിടെ വെച്ചാണ് ഡൊമൈൻ. നമ്മളിവിടെ വൈ എന്ന ലെറ്ററാണ് നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ പ്രൂഫിൽ ഡിനോട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് നിൽക്കുന്ന വെക്ടറിന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് വേണ്ടുന്നതുകൊണ്ട് y1 എന്നും y2 എന്നും എടുക്കാം. പിന്നെ ലിനിയാരിറ്റി ഒറ്റ സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യാനാണെങ്കിൽ രണ്ട് സ്കെയിലേഴ്സ് എടുക്കണം, k1 ഉം k2. രണ്ട് സ്റ്റെപ്പിലായിട്ടാണെങ്കിൽ k എന്ന് എടുക്കുക. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യുകയാണ്. ലെറ്റ് y1, y2 element of h and k1, k2 element of capital K. അപ്പോൾ പ്രൂവ് ചെയ്യണം J of k1 y1 plus k2 y2 is equal to k1 into J of y1 plus k2 into J of y2. ഇങ്ങനെ പ്രൂവ് ചെയ്യണം J ലീനിയർ ആണെന്ന് കിട്ടാൻ. അതിനുവേണ്ടി ക്യാപിറ്റൽ ജെയിലേക്ക് നമുക്ക് ഈ റിലേഷൻ കൊണ്ടുപോകുന്നതിന് സ്മോൾ ജെയിൽ ഈ റിലേഷൻ ആദ്യം പ്രൂവ് ചെയ്യണം. ക്യാപിറ്റൽ ജെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്മോൾ ജെ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ജെ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ അത് സ്മോൾ ജെ സഫിക്സ് വൈ ആണ്. അപ്പൊ ക്യാപിറ്റൽ ജെ ഓഫ് k1 y1 പ്ലസ് k2 y2 എന്ന് പറഞ്ഞാൽ സ്മോൾ ജെ സഫിക്സ് ഈ ബ്രാക്കറ്റിലേക്ക് നാൾ വരണം. അപ്പൊ അവിടെ നമുക്ക് തുടങ്ങാം. സ്മോൾ ജെ സഫിക്സ് ആയിട്ട് k1 y1 പ്ലസ് k2 y2. This is equal to സ്മോൾ ജെ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ദിസ് സ്മോൾ ജെ വൈ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഓഫ് എഫ് എന്ന് എടുക്കണമല്ലോ. ഓഫ് സം എഫ് ഇൻ എച്ച് ഡാഷ് ജെ വൈ ഓഫ് എഫ് എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ. ജെ വൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൈ എന്ന് എഴുതാം. സോ കൺസിഡർ എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് ഓൾസോ. ജെ സഫിക്സ് k1 y1 പ്ലസ് k2 y2 ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ അനുസരിച്ച് അത് എഫ് ഓഫ് വൈ എന്നാണ്. ഇവിടെ വൈ ആയിട്ട് k1 y1 പ്ലസ് k2 y2 ആണ്. ദെൻ എഫ് ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് അതിനെ നമുക്ക് k1 ഇൻറ്റു എഫ് ഓഫ് y1 പ്ലസ് k2 ഇൻറ്റു എഫ് ഓഫ് y2 എന്ന് എഴുതാം. ഈക്വൽസ് വീണ്ടും k1 ഇൻറ്റു എഫ് ഓഫ് y1 നമുക്ക് വീണ്ടും സ്മോൾ ജെയിലേക്ക് മാറ്റാം. ജെ സഫിക്സ് y1 ഓഫ് എഫ് പ്ലസ് k2 ഇൻറ്റു ജെ സഫിക്സ് y2 ഓഫ് എഫ്. വീണ്ടും ഫംഗ്ഷനുകളുടെ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെച്ചുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. k1 ഇൻറ്റു ജെ y1 പ്ലസ് k2 ഇൻറ്റു ജെ y2 ഓഫ് എഫ് എന്നുള്ളത് കോമൺ ആയിട്ട് മാറ്റാം. ഓഫ് എഫ് അല്ലേ?
നമ്മൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എക്സ് കോമൺ ആയിട്ട് എക്സ് മാറ്റി എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അതേപോലെ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ കെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ റൂൾ വെച്ചിട്ട് അഡീഷൻ്റെയും സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഫംഗ്ഷനുകളുടെ അഡീഷൻ്റെയും ഫംഗ്ഷനെ സ്കലാർ മൾട്ടിപ്പിൾ എടുക്കുന്നതിൻ്റെയും റൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എഫ് ഇൻ എച്ച് ഡാഷ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് കണ്ടാൽ നമ്മൾ പറയും എഫ് ഈക്വൽസ് ജി എന്ന് പറയും. എക്സ് ഒഴിവാക്കി എഫും ജി ഈക്വൽ ആണെന്ന് പറയും. രണ്ട് ഫംഗ്ഷനുകളെ ഈക്വൽ എന്ന് പറയണമെങ്കിൽ അവരുടെ ഇമേജുകൾ ഓരോ പോയിന്റിലും ഈക്വൽ ആവണം. ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഇമേജുകൾ ഈക്വൽ ആവണം അല്ലേ. ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്മോൾ ജെ സഫിക്സ് കെ വൈ വൺ പ്ലസ് കെ ടു കെ വൺ വൈ വൺ പ്ലസ് കെ ടു വൈ ടു ഓഫ് എഫ് എന്ന് പറയുന്നു. എഫിൻ്റെ ഇമേജ് ഈ ഫംഗ്ഷനിലുള്ള ഇമേജും അതേ എഫിൻ്റെ കെ വൺ ജെ വൈ വൺ പ്ലസ് കെ ടു ജെ വൈ ടുവിലുള്ള ഇമേജും ഈക്വൽ ആണ് കിട്ടിയത്. ഇറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്. ആയതുകൊണ്ട് നമുക്ക് ആ എഫ് കളഞ്ഞ് പറയാം ഫംഗ്ഷനുകൾ ഈക്വൽ ആണെന്ന് പറയാം. ദിസ് ഇംപ്ലൈസ് സ്മോൾ ജെ സഫിക്സ് കെ വൺ വൈ വൺ പ്ലസ് കെ ടു വൈ ടു ഈക്വൽസ് കെ വൺ ഇൻറ്റു ജെ വൈ വൺ പ്ലസ് കെ ടു ഇൻറ്റു ജെ വൈ ടു. ആൻഡ് അഗെയിൻ ദാറ്റ് ഇംപ്ലൈസ് ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ജെയിലേക്ക് പോകാം. സ്മോൾ ജെ വൈ ആണ് ക്യാപിറ്റൽ ജെ ഓഫ് വൈ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ജെ ഓഫ് കെ വൺ വൈ വൺ പ്ലസ് കെ ടു വൈ ടു is equal to k1 into jy1 എന്നുള്ളത് ക്യാപിറ്റൽ ജെ ഓഫ് y1 പ്ലസ് k2 into jy2 എന്നുള്ളത് ക്യാപിറ്റൽ ജെ ഓഫ് y2. അപ്പോൾ ക്യാപിറ്റൽ ജെയുടെ ലിനിയാരിറ്റി കിട്ടി. ക്യാപിറ്റൽ ജെ ഓഫ് k1 y1 plus k2 y2 is equal to k1 into j of y1 plus k2 into j of y2. Thus j is linear. അടുത്തതായിട്ട് ഈ ജെ എന്ന് പറയുന്നത് ഒരു സർജക്റ്റീവ് മാപ്പാന്ന് പ്രൂവ് ചെയ്യും. To prove that J is സർജക്റ്റീവ്. ഒരു സർജക്റ്റീവ് ലീനിയർ ഐസോമെട്രി ആണ് പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് സർജക്റ്റീവ് ആണ് പ്രൂവ് ചെയ്യുന്നത്. To prove that capital J is സർജക്റ്റീവ്. അപ്പം നമുക്കിവിടെ എച്ച് ആണ് ഡൊമൈൻ, എച്ച് ഡബിൾ ഡാഷ് ആണ് കോ ഡൊമൈൻ, ജെ എന്ന് പറയുന്ന മാപ്പിംഗ്. ഓൺ ടു ആണ് കാണിക്കാൻ, സബ്ജക്റ്റീവ് ആണ് കാണിക്കാൻ എച്ച് ഡബിൾ ഡാഷിൽ നിന്നൊരു വെക്ടർ എടുക്കണം. ഇതിനകത്ത് നിന്നൊരു എലമെന്റ് എടുക്കണം. എച്ച് ഡബിൾ ഡാഷിൽ നമ്മളൊരു എലമെന്റ് എടുത്തിട്ട് എച്ച് ഡബിൾ ഡാഷിലുള്ളത് ഫംഗ്ഷണൽസ് ആണല്ലോ അല്ലെ. എച്ച് ഡാഷിൽ നിന്ന് കെയിലേക്കുള്ള ഫംഗ്ഷണൽസ് എച്ച് ഡബിൾ ഡാഷിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഫംഗ്ഷണൽ എടുക്കണം. നമ്മൾ എച്ചിലെ എലമെന്റുകളെ എഫ് ജി എച്ച് എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് എച്ച് ഡബിൾ ഡാഷിലെ എലമെന്റ്, എച്ചിലെ എലമെന്റുകളെ എക്സ് വൈ എ സെഡ് എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഡാഷിലേത് എഫ് ജി എച്ച് എന്നിങ്ങനെയാണ്. എച്ച് ഡബിൾ ഡാഷിലേത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് വേറെ നൊട്ടേഷൻ കൊടുക്കാം, ഗ്രീക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. ഫൈ സൈ എന്നൊക്കെ എടുക്കാം എച്ച് ഡബിൾ ഡാഷിലെ മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഒരാളെ നമുക്ക് വേണ്ടുന്നത് ഞാൻ ഫൈ എന്ന് എടുക്കും. എന്നിട്ട് ഇപ്പുറത്ത് പ്രീ ഇമേജ് കാണിക്കണം, ഇപ്പുറത്ത് ഒരാളുണ്ടെന്ന് കാണിക്കണം, ഇവിടെ ഏതോ ഒരു വൈ ഉണ്ടെന്ന് കാണിക്കണം. സച്ച് ദാറ്റ് ജെ ഓഫ് വൈ ഈക്വൽസ് ക്യാപിറ്റൽ ജെ ഓഫ് വൈ ഈക്വൽസ് ഫൈ ആകത്തക്ക രീതി ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അതിനെ എച്ച് ഡബിൾ ഡാഷിൽ നിന്ന് ഒരു ഫംഗ്ഷണൽ ഫിക്സ് ചെയ്യും സെക്കൻഡ് ഡ്യുവലിൽ നിന്ന്. ഫസ്റ്റ് ഡ്യുവലിലെ എലമെന്റുകളെ നമുക്ക് എഫ് ജി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് ഡ്യുവലിലെ ആളുകളെ ഫൈ സൈ എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യാം. ലെറ്റ് ഫൈ എലമെന്റ് ഓഫ് എച്ച് ഡബിൾ ഡാഷ്. നമുക്കിവിടെ ഏതൊരു ഡ്യുവൽ സ്പേസിലെ ഫംഗ്ഷണലിനും റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് റീസ് റെപ്രസെന്റേഷൻ തിയറം പറയുന്നത്? എച്ച് ഡാഷിൽ നിന്ന്, എച്ച് ഡാഷ് എന്ന ഡ്യുവൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത്, എച്ച് ഡാഷിൽ നിന്ന് ഒരു എഫ് എടുത്താൽ എച്ചിനകത്ത് എഫ് എന്ന് പറയുക എച്ച് ഡാഷിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ എച്ചിൽ നിന്ന് കെയിലേക്കുള്ളത്, എച്ചിൽ നിന്ന് കെയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിൽ എഫ് എടുത്താൽ ആ എഫിന്റെ ഡൊമൈനായ എച്ചിനകത്ത് ഒരു വൈ ഉണ്ടായിരിക്കും, ഒരു യുണീക്ക് വൈ ഉണ്ടായിരിക്കും. ദർ എക്സിസ്റ്റ് വൈ ഇൻ എച്ച് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് is equal to inner product xy for all x in
എച്ച്. ഇതാണ് നമ്മൾ എച്ച് ഡാഷിൽ ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിൽ റീസ് റെപ്രസെൻറ്റേഷൻ തിയറം അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്. ഇതേപോലെ നമുക്ക് എച്ച് ഡബിൾ ഡാഷിലും അപ്ലൈ ചെയ്യാം. എച്ച് ഡബിൾ ഡാഷ് എച്ച് ഡാഷിൻ്റെ ഡ്യുവലാണ്. അപ്പോൾ നമ്മളിവിടെ എച്ച് ഡബിൾ ഡാഷിൽ നിന്ന് ഫൈ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഫൈ ഈസ് എ ഫങ്ഷണൽ ഫ്രം എച്ച് ഡാഷ് ടു കെ. എച്ച് ഡാഷിൽ നിന്ന് കെയിലേക്കുള്ള ഫങ്ഷണലാണ് എച്ച് ഡബിൾ ഡാഷിലെ എലമെൻ്റായ ഫൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റീസ് റെപ്രസെൻറ്റേഷൻ തിയറം അനുസരിച്ച് ദെയർ എക്സിസ്റ്റ് ആൻ എലമെന്റ് ഇൻ എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ ഒരാൾ വരണം. എച്ച് ഡാഷ് അവിടുത്തെ ഡൊമൈൻ ഫൈയുടെ. ഇപ്പോൾ എച്ച് ഡാഷിനകത്തൊരു വെക്ടർ വരണം. എച്ച് ഡാഷിലെ ആ എലമെന്റുകളെ നമ്മൾ എഫ് ജി എച്ച് എന്നൊക്കെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ എഫ് എന്ന് കൊടുക്കാം. ദെയർ എക്സിസ്റ്റ് സ്മോൾ എഫ് ഇൻ എച്ച് ഡാഷ് സച്ച് ദാറ്റ് എന്ത് ഫൈ ഓഫ് എഫ്, നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് ഫൈ ഓഫ് എഫ് എന്നല്ല, നമുക്കിത് ജി എന്ന് എടുക്കാം സൗകര്യത്തിന്. ഫൈ ഓഫ് എഫ് എന്ന് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ റെപ്രസെൻറ്ററെ നമുക്ക് ജി എന്ന് എടുക്കാം. ദെയർ എക്സിസ്റ്റ് ജി എലമെന്റ് ഓഫ്, ഇവിടെ നമ്മൾ എക്സ് അല്ലല്ലോ വൈ അല്ലേ കൊടുക്കുന്നത്, അതുപോലെ ഇവിടെ നമുക്ക് ജി എന്ന് കൊടുക്കാം. ജി എലമെന്റ് ഓഫ് എച്ച് ഡാഷ് സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഉപയോഗിക്കാം. ഫൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എച്ച് ഡാഷിലെ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് പാർട്ടിൽ തിയറത്തിൽ പ്രൂവ് ചെയ്തതാണ്. ഇന്നർ പ്രോഡക്റ്റ് ഡാഷ് എഫ് കോമ ജി ഫോർ എവരി എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് മുകളിൽ പറഞ്ഞത്. ഇതിനനുസരിച്ച് മാറ്റി പറയുക ഇവിടെ. ഇങ്ങനെ നമുക്ക് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം അപ്ലൈ ചെയ്യാം. ബൈ അപ്ലൈയിങ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം ടു ഫൈ ഓൺ എച്ച് ഡാഷ്. എച്ച് ഡാഷിലെ ഫൈക്ക് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എച്ച് ഡാഷിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും ജി, ഒരു റെപ്രസെൻറ്റർ കിട്ടും ജി, സച്ച് ദാറ്റ് ഫൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഡാഷ് ഓഫ് എഫ് കോമ ജി. എഫിന്റെ റെപ്രസെൻറ്റർ ആണ് ഇവിടുത്തെ ഫൈയുടെ റെപ്രസെൻറ്റർ ആണ് ജി. അവരുടെ നോമുകൾ ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. നോം ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു നോം ഓഫ് ജി ആയിരിക്കുകയും ചെയ്യും. ഇതിവിടെ പറയാം. അപ്ലൈയിങ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം ഫൈക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ടു ഫൈ ഓൺ, ആ ഫൈ എന്ന് പറയുന്നത് എച്ച് ഡാഷിൽ നിന്നുള്ള ഫംഗ്ഷൻ അല്ല, ഓൺ എച്ച് ഡാഷ്. അപ്ലൈയിങ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം to the continuous linear functional phi on the Hilbert space H dash. We obtain a representative കിട്ടും ഫൈക്ക്. We get a unique representer. We get a representer, G എന്ന് denote ചെയ്യാം, G in H dash. A representer G in H dash. ഓഫ് ആരുടെ റെപ്രസെൻറ്റർ ആണ് ഫൈയുടെ. വി ഒബ്റ്റെയിൻ എ റെപ്രസെൻറ്റർ ഓഫ് ഫൈ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ജി ഇൻ എച്ച് ഡാഷ്. അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്ററിൻ്റെ റീസ് റെപ്രസെൻറ്റേഷൻ തിയറം പ്രകാരമുള്ള ഡെഫിനിഷൻ അനുസരിച്ച് ദെൻ ഫൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എഫ് കോമ ജി ഡാഷ് ഫോർ ഓൾ F element of H dash. നമുക്ക് വേണ്ടുന്നത് ക്യാപിറ്റൽ ജെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് പ്രൂവ് ചെയ്യണം. ക്യാപിറ്റൽ ജെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഫൈ. അതിന് ഫൈ ഓഫ് എഫ് ഇത് കിട്ടാൻ രണ്ട് സൈഡിൽ എഫ് അപ്ലൈ ചെയ്താൽ ഫൈ ഓഫ് എഫ്, രണ്ട് ഫംഗ്ഷനുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഓരോ പോയിന്റിലും അവരുടെ ഇമേജുകൾ ഈക്വൽ ആണെന്ന് കാണിക്കണം. ഫൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജെ ഓഫ് വൈ ഓഫ് എഫ് ഇങ്ങനെ കിട്ടണം ഫോർ എവരി എഫ്. അതിന് നമ്മളിപ്പോൾ ഫൈ ഓഫ് എഫ് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകാം. ഫൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എഫ് ജി ഡാഷ്. ഇന്നർ പ്രോഡക്റ്റ്
എഫ് ജി ഡാഷ് എന്നതിനെ നമുക്ക് ഒരു എച്ച് ഡാഷിലെ ഇന്നർ പ്രൊഡക്റ്റാണ്. ഇതിനെ നമുക്ക് എച്ചിലെ ഇന്നർ പ്രൊഡക്റ്റിലേക്ക് കണക്ട് ചെയ്യാം. കഴിഞ്ഞ പാർട്ട് എ, പാർട്ട് ബി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ടി ഓഫ് ജി കോമ ടി ഓഫ് എഫ് എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്നർ പ്രോഡക്റ്റ് ഡാഷ് എഫ് ജി ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇന്നർ പ്രോഡക്റ്റ് ടി ഓഫ് ജി കോമ ടി ഓഫ് എഫ് എന്നാണ്. അവിടെ ടി ഓഫ് എഫിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വൈ സഫിക്സ് എഫ് എന്നാ, എഫിന്റെ റെപ്രസെന്റർ എന്നാ. ദിസ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ടി ഓഫ് ജി എന്ന് പറയുമ്പോൾ അപ്പോൾ വൈ ജി എന്നാകും, കോമ ടി ഓഫ് എഫ് എന്നുള്ളത് വൈ എഫ് എന്നാകും. അപ്പൊ നമുക്ക് എച്ച് ഡാഷിലെ ഒരു ഇന്നർ പ്രൊഡക്റ്റിനെ എച്ചിലെ ഇന്നർ പ്രൊഡക്റ്റിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് എഫിന്റെയും ജിയുടെയും റെപ്രസെന്ററുകളെ റിവേഴ്സ് ഓർഡറിൽ എഴുതി ഇന്നർ പ്രോഡക്റ്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എഫിന്റെയും ജിയുടെ റെപ്രസെന്റുകൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ വൈ ജി കോമ വൈ എഫ്. അങ്ങനെ എച്ചിലെ ഇന്നർ പ്രൊഡക്റ്റിലേക്ക് ഇതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു എഫിന്റെ റെപ്രസെന്ററിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ അതിന്റെ റെപ്രസെന്റർ വൈ എഫ് ആണ് ഫോർ എവരി എക്സ്. ഇതെല്ലാ എക്സിനും ട്രൂ ആ. സോ ഇൻ പർട്ടിക്കുലർ ഇത് വൈ ജിക്ക് പറയുമ്പോൾ എക്സിന് പകരം വൈ ജി എന്നിട്ട് കൊടുത്താൽ ഇത് ട്രൂ ആകണം. അപ്പോൾ എഫ് ഓഫ് വൈ ജി എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് വൈ ജി കോമ വൈ എഫിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഇന്നർ പ്രോഡക്റ്റ് വൈ ജി കോമ വൈ എഫ് എന്നുള്ളത് എഫ് ഓഫ് വൈ ജി എന്ന് എഴുതാം. ഇനി സ്മോൾ ജെയുടെ ഡെഫിനിഷൻ അനുസരിച്ച്, സ്മോൾ ജെ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജെ വൈ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ആണ്. എഫ് ഓഫ് വൈ എന്ന് കണ്ടാൽ അതിനെ ജെ വൈ ഓഫ് എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് വൈ ജി എന്നതിനെ നമുക്ക് ജെ സഫിക്സ് വൈ ജി ഓഫ് എഫ് എന്ന് എഴുതാം. ഇനി വീണ്ടും ക്യാപിറ്റൽ ജെയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ക്യാപിറ്റൽ ജെ ഓഫ് വൈ എന്ന് പറയുന്നത് സ്മോൾ ജെ സഫിക്സ് വൈ ആണ്. സ്മോൾ ജെ സഫിക്സ് വൈയെ നമുക്ക് ക്യാപിറ്റൽ ജെ ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സ്മോൾ ജെ സഫിക്സ് വൈ ജി എന്നതിനെ ക്യാപിറ്റൽ ജെ ഓഫ് വൈ ജി എന്ന് എഴുതാം. പിന്നെ ഓഫ് എഫ് ഉണ്ട്. ഒന്നുകൂടെ എടുത്തെഴുതാം. ഫൈ ഓഫ് എഫ് is equal to capital J of YG of F and it is true for every F in H dash. എല്ലാ എഫിനും ട്രൂ ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് ഫംഗ്ഷനുകളും ഈക്വൽ ആണെന്ന് പറയാം. ഓഫ് എഫ് എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ദിസ് ഇംപ്ലൈസ് ഫൈ ഈക്വൽസ് ക്യാപിറ്റൽ ജെ ഓഫ് വൈ ജി. ഇപ്പം നമ്മൾ എച്ച് ഡബിൾ ഡാഷ് ചെയ്യുന്ന ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ എടുത്തപ്പോൾ എച്ചിനകത്ത് നിന്ന് നമുക്ക് വൈ ജി എന്ന് പറയുന്ന ഒരു വെക്ടർ കിട്ടി. സച്ച് ദാറ്റ് ഈ വൈ ജിയുടെ ഇമേജ് ജെ ഓഫ് വൈ ജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഫൈ ആകത്തക്ക രീതി. അപ്പോൾ ഏത് ഫൈക്കും പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. എച്ച് ഡബിൾ ഡാഷിൽ നിങ്ങൾ എടുക്കുന്ന ഏത് ഫംഗ്ഷണലിനും എച്ചിനകത്ത് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ജെ സബ്ജക്റ്റീവ് എന്ന് പറയും. ദസ് ജെ ഈസ് സബ്ജക്റ്റീവ്. ഓൾറെഡി ലിനിയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അത് സബ്ജക്റ്റീവ് ആണെന്നും കിട്ടി. അപ്പോൾ സബ്ജക്റ്റീവ് ലിനിയർ മാപ്പാണെന്ന് കിട്ടി. ഇനി നമുക്ക് ഐസോമെട്രിക് എന്ന് കിട്ടണമെങ്കിൽ ജെ ഐസോമെട്രി ആണെന്നൂടെ കാണിക്കാം. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, to prove that J is an isometry. അതിനെന്ത് വേണം? J ഐസോമെട്രി ആണെന്ന് കാണിക്കണമെങ്കിൽ നോം ഓഫ് J ഓഫ് Y is equal to നോം ഓഫ് Y എന്ന് കാണിക്കണം for all Y element of H. Let Y element of H, then norm of capital J of Y is equal to capital J of Y definition അനുസരിച്ച് norm of small j suffix y എന്നാകും. ഇത് നോം വൈക്ക് ഈക്വൽ ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടി പ്രൂവ് ചെയ്ത് വെച്ചു. അത് ഇതിനു വേണ്ടി എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് മുകളിൽ പ്രൂവ് ചെയ്ത് വെച്ചത്. രണ്ട് ഇൻക്വാളിറ്റികൾ ഫോം ചെയ്ത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വിട്ട് നോം ഓഫ് ജെ വൈ എന്ന് പറയുന്നത് നോം വൈക്ക് ഈക്വൽ ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുക.
norm of jy equals norm y. So this implies norm j of y equals norm of y for all y element of H. Thus J is an isometry. അപ്പോഴേ J എന്ന് പറയുന്നത് ലീനിയർ ആണ്, സർജക്റ്റീവ് ആണ്, ഐസോമെട്രിയുമാണ്. ഹെൻസ് H is isometric to H double dash, and so H dash is H is reflexive. അപ്പോൾ അങ്ങനെ ഏതൊരു ഹിൽബർട്ട് സ്പേസും റിഫ്ലെക്സീവ് ആണ് എന്ന് കിട്ടും.